25,000 രൂപ താഴെ ഒരു ബെസ്റ്റ് ഫോൺ വേണം, നിങ്ങൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പൊ അവിടെ ഒരു ബെസ്റ്റ് ഫോൺ കൂടി ലോഞ്ച് ആയിട്ടുണ്ട്, മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. സോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എഡ്ജ് 50 ഫ്യൂഷന്റെ അൺബോക്സിംഗ് മാത്രം ചെയ്തിട്ട് പോവാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പകരം അവിടെയുള്ള മറ്റൊരു ബെസ്റ്റ് ഫോണായ OnePlus Nord C4 എടുത്ത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കി ഇതിലേതാണ് നല്ലതെന്ന് നോക്കി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ചൂസ് ചെയ്യുക. രണ്ടിന്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. OnePlus അൺബോക്സിംഗ് നേരത്തെ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ട് അത് ഇവിടെ വീണ്ടും ചെയ്യാത്തത്. എഡ്ജ് 50 ഫ്യൂഷന്റെ ബോക്സ് ഇതാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ കേസും ഡോക്യുമെന്റ്സും ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജ് ആണ്. അതിൽ കേസ് നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ കാണാം. ഓക്കെ, യൂഷ്വൽ ആയിട്ടുള്ള മോട്ടോയുടെ ആ ബ്യൂട്ടിഫുൾ ഡിസൈൻ ഇവിടെയും വന്നിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. 68 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സി കേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ പെട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഇതാണ് എഡ്ജ് 50 ഫ്യൂഷൻ. രണ്ടിന്റെയും ഓരോ ഘടകങ്ങളായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്തോളൂ. ആദ്യം ക്യാമറ. മോട്ടോയിൽ 50 മെഗാ പിക്സലിന്റെ OIS ക്യാമറ, സോണി ലിഡിയ 700C എന്ന പ്രോസറാണ് വരുന്നത്. 700 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. OnePlus ആണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ്. സോണി ലിഡിയ 600 ആണ് വരുന്നത്. 8 മെഗാ പിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുള്ളൂ. ഫ്രണ്ടിൽ 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബാക്കിൽ മാത്രമേ 4K ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പെക്ക് വൈസ് തീർച്ചയായിട്ടും ക്ലിയർ വിന്നർ ആണ് മോട്ടോ. ക്വാളിറ്റിയിൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതാ കണ്ടോളൂ. ഈ കാണുന്നത് മെയിൻ ക്യാമറ ഫോട്ടോസ് ആണ്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ് രണ്ടിലും കിട്ടുന്നത്. പക്ഷെ കുറച്ചും കൂടിയും ഒരു നല്ല സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മോട്ടോയിലെയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഡാർക്ക് ഏരിയകളൊക്കെ കുറച്ചും കൂടി ഷാഡോസ് ഒക്കെ കുറച്ചും കൂടി നല്ല രീതിക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത്, ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് മോട്ടോയിലാണ്. എല്ലാ ഭാഗത്തും എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. പോർട്രേറ്റ് മോഡിലെ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ രണ്ട് ഫോണിലും വന്നിട്ടുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഈ രീതിയിലാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഇനി സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും സാമ്പിളുകൾ ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും നല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ ആയിട്ട് എല്ലാം കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലും എനിക്ക് മോട്ടോ തന്നെയാണ് കുറച്ചും കൂടി നല്ലൊരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ എപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഭംഗി ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യാം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറയുടെ 4K വീഡിയോ ക്വാളിറ്റി രണ്ടിലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. എനിക്ക് ഇവിടെയും മോട്ടോ തന്നെയാണ് കുറച്ച് നന്നായിട്ട് തോന്നിയത്. പക്ഷേ OnePlus ഒട്ടും മോശമല്ല, അതും നല്ലതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യാം. ഇൻഡോർ ലൈറ്റിലെ 4K വീഡിയോയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്, രണ്ടും നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് മോട്ടോയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കാണുന്നത് മോട്ടോയിൽ 4K ആണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, മറ്റേത് ഫുൾ HD ആണ്. അതിൽ അതേ ഉള്ളൂ. എന്തായാലും അതിന്റെ ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ക്യാമറയുടെ ഭാഗത്ത് എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ, കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് കാര്യങ്ങളും ബെറ്റർ ഷാഡോ ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ട് നല്ല രീതിക്ക് കിട്ടിയത് എനിക്ക് മോട്ടോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ എഡ്ജ് 50 പ്രോയിൽ ഒരു ചെറിയ 1-2 ഫീച്ചർ കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഇമേജ് ഓട്ടോ എൻഹാൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യും ഓട്ടോമാറ്റിക്കലി തന്നെ. പിന്നെ ടിൽറ്റ് ഷിഫ്റ്റ് മോഡ് എന്ന് പറയുന്ന ചില സംവിധാനങ്ങളൊക്കെ നമുക്ക് മോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഈ ഓപ്ഷൻ അതിനെ ഉപയോഗിക്കാം. പിന്നെ ഓട്ടോ സ്മൈൽ ക്യാപ്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ മോട്ടോയിലുണ്ട്. എവിടെയെങ്കിലും ക്വാളിറ്റി മനസ്സിലായല്ലോ. സോ ഇഷ്ടമുള്ള നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഈ ഫോണുകളുടെ ഡിസൈനുകൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് മോട്ടോ ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൽ ഒരു വേഗൻ ലെതർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. 174 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. 7.9 mm തിക്നെസ്സേ വരുന്നുള്ളൂ. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ ഉള്ള ഒരു നല്ല ഡിവൈസ്, അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. OnePlus എന്നാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു സാധാ ഡിസൈനാണ്, ഒരു ബോക്സി ഡിസൈൻ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് സാധാരണ രീതി തന്നെ. ബാക്കിൽ പ്ലാസ്റ്റിക് ഗ്ലോസി ഫിനിഷോട് കൂടി വരുന്നുണ്ട്. സ്മഡ്ജസ് ഒക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു സാധാ പ്ലാസ്റ്റിക് ബാക്ക് ആണ്. പിന്നെ 186 ഗ്രാം വെയിറ്റ് വരുന്നത്, 8.4 mm തിക്നെസ് വരുന്നുണ്ട്. IP54 വാട്ടർ റേറ്റിംഗ് വരുന്നുള്ളൂ. സോ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക സംഗതികളൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. രണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേസ് ആണ്. പക്ഷെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോയിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അത് കുറച്ചും കൂടി മോഡേൺ ആയി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടി ബെറ്റർ സ്മൂത്ത്നെസ് നമുക്ക് അതിനകത്ത് കിട്ടും. 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനും ഈ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. OnePlusലാകുമ്പോൾ 120 ഹെർട്സിന്റെ സാധാ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 1100 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസേ വരുന്നുള്ളൂ. സോ എല്ലാ കാര്യത്തിലും കുറച്ച് കുറവാണ്, എങ്കിലും മോശമൊന്നും പറയുന്നില്ല. OnePlusന്റെ ഡിസ്പ്ലേയും നല്ല ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ രണ്ട് സൈഡ് ബൈ സൈഡ് നോക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്പെക് വൈസും ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, കർവ്ഡ് ഡിസ്പ്ലേ, ഈ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ സ്പെക് വൈസും കുറച്ച് ബെറ്റർ ആയിട്ട് മോട്ടോ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി 1-2 കാര്യങ്ങൾ കൂടി മോട്ടോയ്ക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഒന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. ആൻഡ്രോയിഡ് 14ലാണ് രണ്ട് ഫോണും വരുന്നത്. ഇതിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് OnePlusൽ. മോട്ടോയിലാകുമ്പോൾ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. കുറച്ച് ബെറ്റർ മോട്ടോയാണ്. പിന്നെ 5G ബാൻഡ് പോലുള്ള കാര്യങ്ങളിൽ ഇതിൽ 7 5G ബാൻഡുള്ള OnePlusൽ. മോട്ടോയിലാകുമ്പോൾ നമുക്ക് 15 5G ബാൻഡോളം വരുന്നുണ്ട്. സോ ബെറ്റർ നെറ്റ്വർക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോട്ടോയിൽ കിട്ടും. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. മോട്ടോയിൽ ഇവിടെ OnePlus ആണ് കുറച്ച് നല്ലത്. കാരണം ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen
3 ആണ് വരുന്നത്. ഇതിൽ 7S Gen 2 ആണ് വരുന്നത്. ബെറ്റർ പ്രൊസസ്സർ വൈസ് ബെറ്റർ ആയിട്ടുള്ളത് OnePlus തന്നെയാണ്. സോ ഗെയിമൊക്കെ കളിക്കാൻ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ രണ്ടിലും BGMI സ്മൂത്ത് എക്സ്ട്രീമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. രണ്ടിലും സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ബെറ്റർ ആയിട്ട് നമുക്ക് OnePlus കളിക്കാം എന്നുള്ളതിൽ സംശയമേ ഇല്ല. സോ ഗെയിമിംഗ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ OnePlus ആണ് നല്ലത്, ബെറ്റർ പെർഫോമൻസ് കിട്ടും. പക്ഷേ സാധാരണ യൂസ് ആണ്, അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ മോട്ടോ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം 25,000 രൂപയ്ക്ക് ഈ രണ്ട് ഫോണും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇതിൽ 8GB RAM 128GB സ്റ്റോറേജ് കിട്ടുള്ളൂ. ഇതിൽ 12GB RAM 256GB സ്റ്റോറേജ് കിട്ടും. സോ ബെറ്റർ റാമും സ്റ്റോറേജും കിട്ടും എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ബെറ്റർ തീർച്ചയായിട്ടും പ്രൈസിങ്ങും റാമും സ്റ്റോറേജും നോക്കുമ്പോൾ മോട്ടോയാണ്. പക്ഷേ ചോയ്സ് നിങ്ങളുടേതാണ്. ഇനി അടുത്തൊരു മേഖലയിലും OnePlus കുറച്ച് നന്നാവുന്ന ഒരു മേഖലയാണ് ബാറ്ററി. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ഘടകമാണ്. എന്ന് വെച്ച് മോട്ടോ മോശമല്ല. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. തീർച്ചയായിട്ടും ഡീസന്റ് സെറ്റപ്പാണ്. അതൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ലൈറ്റ് വെയിറ്റും സ്ലിം ആണെന്നും കൂടി ആലോചിക്കുമ്പോൾ ഗ്രേറ്റ്. ഇതിന്റെ UI നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ക്ലീൻ UI ആണ്. OnePlusൽ ഓക്സിജൻ വോയിസ്, ഇതിൽ വരുമ്പോൾ അവരുടെ ഹലോ UI രണ്ടായാലും ക്ലീൻ ആണ്. പരസ്യ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ രണ്ട് ഫോണിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്, അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇത് രണ്ടിലും ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 3.5mm ജാക്ക് ഒന്നും വരുന്നില്ല. OnePlusൽ IR ബ്ലാസ്റ്റർ ഉണ്ടെന്ന് മാത്രം. മോട്ടോയിലാകുമ്പോൾ നമുക്ക് ആ വക സംഭവങ്ങളില്ല. ഇങ്ങനെയുള്ള ടിൽറ്റ് സംഭവങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ മോട്ടോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചാൽ ക്യാമറ ഓൺ ആവുന്ന സംഭവം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ റെഡി ഫോർ PC പോലുള്ള കാര്യങ്ങൾ മോട്ടോയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മോട്ടോ കണക്ട് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എല്ലാ ഫീച്ചറുകളൊക്കെ ആയിട്ട് രണ്ടും നല്ല സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. 3-4 ഘടകങ്ങൾ: ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഏതാണ് ബെറ്റർ എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മോട്ടോ ആയിരിക്കും നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നോക്കാൻ പറ്റുക. കാരണം പ്രീമിയം ഡിസൈനും കർവ് ഡിസ്പ്ലേയും ഇതേപോലെ നല്ല ഡീസന്റ് പെർഫോമൻസ് ഉണ്ട്. 12GB RAM 256GB പ്രൈസിന്, ഈ ഒരു സെയിം പ്രൈസിന് 12GB 256 കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മോട്ടോയാണ് ഒരു വാല്യൂ ഫോർ മണി ഓൾറൗണ്ടർ ഫോണായിട്ട് ഫീൽ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന പോലെ എന്ന് കൃത്യമായിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ കാണുന്നവർക്കും കുറച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇതിന്റെ പ്രൈസ്, പർച്ചേസ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ അങ്ങനെയാണ് Edge 50 Fusion വേഴ്സസ് OnePlus Nord C4ന്റെ ഒരു കമ്പാരിസൺ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. സോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.